ഇന്ന് ഏത്തപ്പഴവും റവയും വെച്ച് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. നല്ല ടേസ്റ്റിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നുറുക്കിയെടുത്തതാണിത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാതെ റവയും പഴവും തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നായി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച പഴവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ആ നെയ്യിലിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിന് കൂടുതൽ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ തന്നെ കിടന്നത് വെന്ത് കിട്ടിക്കോളും. നല്ല പഴുത്ത പഴമാണിത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. നല്ല പഴുത്ത പഴമാണ് ഇങ്ങനത്തെ പലഹാരത്തിനൊക്കെ നല്ലത് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാമോളം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ മധുരത്തിന് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. മധുരമൊക്കെ അതിൽ ചേർന്ന് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. ആ ഏലക്കായുടെ ചുവയൊക്കെ അതിൽ നല്ലപോലെ ഒന്ന് പിടിച്ചു വരും. ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി. ഇനി 1 കപ്പ് റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 1 കപ്പ് റവ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 ഏത്തപ്പഴത്തിന് 1 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. നിങ്ങളിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയാൽ മതി. റവയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ വെള്ളം ഇല്ലാതെയും വരരുത്. എന്നാലേ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ഇത് വരുള്ളൂ. പഞ്ഞി പോലത്തെ ഒരു പലഹാരമായി വരുള്ളൂ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങയും മുന്തിരിയും കശുവണ്ടി പരിപ്പും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാൻ കുറച്ച് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെ മാവ് എടുത്ത് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വേണേലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റ് മതി, പെട്ടെന്ന് ഇത് തയ്യാറായി കിട്ടും. എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആട്ടോ. 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം അത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.